ഇവിടെ ഇന്ത്യൻ മുസ്ലിമീങ്ങളുടെ പാരമ്പര്യം എന്തായിരുന്നു, അതൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട സംഗതികളാണ്. കാരണം ഇവിടെ ഉയരുന്ന ചോദ്യം, പാകിസ്ഥാൻ ഉള്ളപ്പോൾ പിന്നെ ഇന്ത്യയിൽ എന്താ നിങ്ങളുടെ അവകാശം എന്നാ. പക്ഷെ പാകിസ്ഥാൻ ആർക്കായിരുന്നു വേണ്ടിയിരുന്നത് എന്ന് ഇന്നും ചിന്തിക്കേണ്ടതുണ്ട്. പാകിസ്ഥാൻ ഇന്ത്യ രാജ്യത്തിന് വേണമെന്ന് ഇന്ത്യ രാജ്യത്തിന്റെ മതപണ്ഡിതന്മാർ പറഞ്ഞിരുന്നു എന്നാണ് ചോദ്യം. ഇന്ത്യ രാജ്യത്തിന്റെ ദേശീയ പ്രസ്ഥാനത്തിന്റെ അതിന്റെ സ്ട്രഗ്ലിങ്ങിൽ, അതിന്റെ ഏറ്റവും തീക്ഷ്ണമായ നാളുകളിലൂടെ കടന്നുപോയപ്പോ ഇന്ത്യ രാജ്യത്തിന് നേതൃത്വം നൽകിയ മഹാന്മാരായ പണ്ഡിതന്മാർ, ഇന്ത്യ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ ഇടം വലം കൈകൾ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട മൗലാന മുഹമ്മദ് അലിയും മൗലാന ഷൗക്കത്ത് അലിയും വിഭജനത്തിന്റെ ഒപ്പമായിരുന്നോ നിലയുറപ്പിച്ചത്? പണ്ഡിതന്മാരെ കുറിച്ച് നിങ്ങൾ തന്നെ പറ. ആയിരുന്നോ? അവർ പാകിസ്ഥാൻവാദികളായിരുന്നോ? മൗലാന മുഹമ്മദ് അലി ആരാണ്? ഓക്സ്ഫോർഡ് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ഏഷ്യക്കാരനായ ആദ്യത്തെ ജനറൽ സെക്രട്ടറി, ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ മുഖത്ത് നോക്കി ഗർജിച്ച് ചോര തുപ്പി മരിച്ച ഇന്ത്യക്കാരനായ ഒരേ ഒരു ഭാരതീയൻ. അദ്ദേഹത്തിന്റെ നയാഗ്രയെ വെല്ലുന്ന ഇംഗ്ലീഷ് പ്രഭാഷണം കേട്ടുകൊണ്ട്, ബ്രിട്ടീഷ് രാജാവിനെ ചീത്ത വിളിക്കുന്ന കുറ്റപ്പെടുത്തുന്ന പ്രഭാഷണം കേട്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രഭാഷണം ഇനിയും തുടരണം, കേട്ട് ആസ്വദിക്കണമെന്ന് ബ്രിട്ടീഷുകാരൻ പോലും കൊതിച്ചു പോയ പ്രഭാഷണ ചാതുരിയുടെ ഉടമ വട്ടമേശ സമ്മേളനത്തിൽ പ്രസംഗിക്കാൻ പോയിട്ട് ബ്രിട്ടീഷ് രാജാവിന്റെ മുഖത്ത് നോക്കി പ്രസംഗിച്ച് സിംഹഗർജനം നടത്തി ചോര തുപ്പി മരിച്ചിട്ട് അതിനുശേഷം ചോര തുപ്പിയ ആ മനുഷ്യൻ 6 ആഴ്ചകൾക്ക് ശേഷം മരണപ്പെട്ടതിന് ശേഷം മുസ്ലിം ലോകത്തിന്റെ ഒന്നാമത്തെ ഖിബലയായ പരിശുദ്ധമായ ബൈത്തുൽ മഖ്ദിസിന്റെ അകത്തളത്തിൽ ഇന്ന് അന്ത്യവിശ്രമം കൊള്ളുന്നെങ്കിൽ ഈ വിനീതന് ആ മഹാനുഭാവന്റെ തിരുമുറ്റത്ത് പോയി ആ മഖബറയ്ക്ക് മുമ്പിൽ പോയി സിയാറത്ത് ചെയ്യാൻ ഭാഗ്യം കിട്ടിയ ആ മൗലാന മുഹമ്മദ് അലി എന്ന മതപണ്ഡിതൻ, അവർക്കുള്ളതാണല്ലോ മൗലാന എന്ന വിശേഷണം, അവരാരോടൊപ്പമാണ് നിലയുറപ്പിച്ചത്? പണ്ഡിതന്മാർ ചെയ്ത പണി എന്തായിരുന്നു? പണ്ഡിതന്മാരുടെ രാഷ്ട്രദ്രോഹമായിരുന്നോ ചെയ്തത്? അപ്പുറത്ത് മൗലാന മുഹമ്മദ് അലി ജിന്നയെ കുറിച്ച് ഒരുപക്ഷെ പറഞ്ഞേക്കും. മുഹമ്മദ് അലി ജിന്നയെ കുറിച്ച് ഞാൻ കുറ്റപ്പെടുത്താൻ ഈ അവസരം ഉപയോഗിക്കുകയല്ല. മുഹമ്മദ് അലി ജിന്ന ഒരു പണ്ഡിതനായിരുന്നില്ലെന്ന് മാത്രമല്ല, മുഹമ്മദ് അലി ജിന്ന നല്ലൊരു മുസ്ലിം ആയിരുന്നു എന്നുള്ളതാണ് പഠിക്കപ്പെടേണ്ടത്. ഗാന്ധിജിയുടെയും നെഹ്റുവിന്റെയും അതുപോലെ തന്നെ ജിന്നയുടെയും ചരിത്രം എഴുതിയ ഒരു ചരിത്രകാരൻ വിശേഷിപ്പിച്ചത്, നെഹ്റു എത്രമാത്രം ഹിന്ദു ആയിരുന്നോ അത്ര പോലും മുസ്ലിം ആയിരുന്നില്ല മുഹമ്മദ് അലി ജിന്ന എന്നാണ്. നെഹ്റു എത്രമാത്രം മുസ്ലിം ആയിരുന്നോ, ഹിന്ദു ആയിരുന്നോ അത്ര പോലും മുസ്ലിം ആയിരുന്നില്ല. പാർസിക്കാരിയെ കല്യാണം കഴിച്ച് മദ്യം നിരന്തരം സേവിച്ച് പന്നിമാംസം പോലും കഴിക്കാൻ ഇല്ലാതിരുന്ന മുഹമ്മദ് അലി ജിന്നയുടെ താല്പര്യത്തിന് വേണ്ടിയിട്ട് പാകിസ്ഥാനായി ഒരു രാജ്യത്തെ വെട്ടിമുറിച്ച് വീതം വെച്ച് കയ്യിൽ കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇനി രാജ്യത്ത് സംസാരിക്കാൻ അവകാശമില്ലെന്ന് പറയുന്നവരോട് ആർക്ക് വേണ്ടിയാണ്? ബ്രിട്ടീഷുകാരന്റെ മൗണ്ട് ബാറ്റൺ പ്രഭുവിന്റെ കാർമ്മികത്വത്തിലല്ലേ ഒരു രാജ്യം സ്വതന്ത്രമാക്കി തരിക എന്നാവശ്യപ്പെട്ടപ്പോൾ രാജ്യം സ്വതന്ത്രമായ അതേ അർദ്ധരാത്രിയിൽ തന്നെ ഒരു രാജ്യം ചോദിച്ചവർക്ക് 2 രാജ്യം കൊടുത്തവർ ആരുടെ താല്പര്യമാണ് സംരക്ഷിച്ചത്? ഒരു രാജ്യം സ്വതന്ത്രമാക്കി തരിക. I want to go with the substance of freedom in my hand. ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെ മുഖത്ത് നോക്കി മൗലാന മുഹമ്മദ് അലി പറഞ്ഞത് അങ്ങനെയായിരുന്നു. എന്താ പറഞ്ഞത്? I want to go with the substance of freedom in my hand. എന്റെ കയ്യിൽ ഭാരതത്തിന്റെ സ്വാതന്ത്ര്യം എന്ന വസ്തുവും കയ്യിലേന്തി തിരിച്ചു പോകാനാണ് ഞാൻ ഇവിടെ വന്നത്. അത് തരാൻ നിങ്ങൾക്ക് മനസ്സില്ലെങ്കിൽ സ്വാതന്ത്ര്യമുള്ള എനിക്ക് അടിമത്വത്തിന്റെ രാജ്യത്തേക്ക് മടങ്ങിപ്പോകാൻ താല്പര്യമില്ല. സ്വാതന്ത്ര്യമുള്ള ഇംഗ്ലണ്ടിന്റെ മണ്ണിൽ 6 അടി മണ്ണ് മതി എന്ന് സിംഹഗർജനം നടത്തിയ മൗലാന മുഹമ്മദ് അലി എന്ന പണ്ഡിത പ്രതിഭ രാജ്യത്തിന് വേണ്ടിയാണ് നിലയുറപ്പിച്ചത്. പണ്ഡിതന്മാരുടെ പാരമ്പര്യം അതാണ്. ആ പാരമ്പര്യത്തെ കുറിച്ച് സൂചിപ്പിക്കാം. ഞാൻ എല്ലാ പാരമ്പര്യം പറയാൻ എനിക്ക് നേരമില്ലെന്ന് മാത്രമല്ല, നേരം ഉണ്ടെങ്കിലും ഞാൻ പറയില്ല. കാരണം നാം കേൾക്കാൻ കൊതിക്കുന്ന മുസ്ലിം യുവതയുടെ ആവേശത്തിന്റെ തീ ജ്വാലയായ തേജപുഞ്ചം എന്റെ പിന്നിലിരിക്കുന്നു. ഈ മഹത്തായ സദസ്സ് സംഘടിപ്പിക്കുന്നതിന്റെ പിന്നിൽ കേവലം ഒരു സംഘാടകനായി നിലയുറപ്പിച്ചുകൊണ്ട്, ഒരു അനൗൺസറായി നിലയുറപ്പിച്ചുകൊണ്ട്, പാണ്ഡിത്യം വിനയത്തിന്റെ പ്രതീകവൽക്കരണമാണെന്ന് കാട്ടിത്തന്ന പ്രിയപ്പെട്ട അഫ്സൽ ഖാസിമിയുടെ പ്രഭാഷണത്തിന്റെ സമയം നഷ്ടപ്പെടുത്താൻ എനിക്ക് ആഗ്രഹമില്ലാത്തതുകൊണ്ടാണ്. ഒരു രാജ്യം ചോദിച്ചപ്പോൾ 2 രാജ്യം മൗണ്ട് ബാറ്റന്റെ കാർമ്മികത്വത്തിൽ 2ആയി വെട്ടിമുറിച്ചു കൊടുത്തപ്പോൾ ആരുടെ താല്പര്യമായിരുന്നു സംരക്ഷിച്ചത്? സാക്ഷാൽ മൗണ്ട് ബാറ്റന്റെ ബ്രിട്ടീഷുകാരന്റെ. അതേ ബ്രിട്ടീഷുകാരന്റെയും അമേരിക്കക്കാരന്റെയും വൈദേശിക ആധിപത്യക്കാരന്റെയും താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയല്ലേ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ട് പാർലമെന്റിന്റെ അഭിസംബോധന ചെയ്യാൻ പോലും മനസ്സില്ലാതെ
ജനാധിപത്യ രാജ്യമായ ഇന്ത്യയുടെ പാർലമെന്റിനെ അഭിസംബോധന ചെയ്യാൻ എനിക്ക് മനസ്സില്ല. എനിക്ക് വിദേശ രാജ്യങ്ങളിൽ പറന്നു നടക്കാനാണ് ഇഷ്ടമെന്ന് പറയുന്ന ഒരു പ്രധാനമന്ത്രിക്ക് അടിമത്വം ആരോടാണ്? ഇന്ത്യയോടാണോ? ഇന്ത്യൻ ജനാധിപത്യത്തോടാണോ? വൈദേശികതയോടാണോ? ഇന്ത്യ രാജ്യത്തിന്റെ നേതാക്കന്മാർക്ക് വിദേശത്തോട് അടിമത്വം വരുമ്പോഴാണ് രാജ്യത്തെ അവർ ഭിന്നിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അമേരിക്ക കൽപ്പിച്ചു, ഞാൻ അനുസരിച്ചു എന്നതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഭരണാധികാരികളുടെ ഇന്നത്തെ നിലപാട്. ഇത് തിരുത്താൻ നമ്മുടെ ദേശീയ ബോധമുള്ള ജനാധിപത്യ കക്ഷികൾ സന്നദ്ധമാക്കണമെന്ന് മാത്രമേ ഈ സന്ദർഭത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. മൗലാന അബുൽ കലാം ആസാദ് പരിശുദ്ധ ഖുർആന് വ്യാഖ്യാനം എഴുതിയ ഇന്ത്യ കണ്ട ഏറ്റവും മഹാനായ ഒരു പണ്ഡിതൻ, മക്കയിൽ ജനിച്ച് ഇന്ത്യയിൽ ജീവിച്ച് ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായ, ഒരു ദിവസം പോലും പള്ളിക്കൂടത്തിന്റെ പടിവാതിൽ കാണാത്ത ഖുർആനിക പാണ്ഡിത്യത്തിന്റെ മകുടോദാഹരണമായിരുന്ന ആ പണ്ഡിതൻ ബ്രിട്ടീഷുകാർ വളരെ മോശമാക്കിയ കുത്തഴിഞ്ഞ പുസ്തകം പോലെ അവശേഷിപ്പിച്ചിട്ട് പോയ ഇന്ത്യയുടെ വിദ്യാഭ്യാസ രംഗത്തിന് നേതൃത്വം നൽകാൻ ഇന്ത്യ നെഹ്റുവിന്റെ ഇന്ത്യ, ഗാന്ധിജിയുടെ ഇന്ത്യ കണ്ടെത്തിയ മൗലാന മുഹമ്മദ് അലി എന്ന് പറയുന്ന ഖുർആനിക പണ്ഡിതനായിരുന്നു. അദ്ദേഹം പാകിസ്ഥാൻവാദിയായിരുന്നില്ല, വൈദേശികത്വത്തിന്റെ ചെരുപ്പ് നക്കിയായിരുന്നില്ല. പണ്ഡിതന്മാരെവിടെയായിരുന്നു? ദാറുൽ ഉലൂം ദൈവം എന്ന് പറയുന്ന മഹത്തായ പണ്ഡിത പ്രസ്ഥാനം, അഫ്സൽ ഖാസിമി, വിനീതനടക്കമുള്ള ഞങ്ങൾ പണ്ഡിതന്മാരൊക്കെ ഖാസിമികളായത് ദാറുൽ ഉലൂം ദൈവത്തിൽ നിന്നാണെങ്കിൽ മൗലാന ഹുസൈൻ അഹമ്മദ് മദനി റഹ്മത്തുള്ളാഹി അലൈഹി ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പൊരുതിയതിനെ മാനിച്ചുകൊണ്ട്, അതിനെ പുരസ്കരിച്ചുകൊണ്ട് സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി ഭാരതരത്നം വെച്ച് നീട്ടിയത് മൗലാന ഹുസൈൻ അഹമ്മദ് മദനിക്കാണ്. അദ്ദേഹം പറഞ്ഞു, എനിക്കത് വേണ്ട, ഞാനത് ആഗ്രഹിച്ചിട്ടല്ല യുദ്ധം ചെയ്തത് അല്ലെങ്കിൽ സമരം ചെയ്തത്. അതിന് കൂടുതൽ അനുയോജ്യനായ എൻ്റെ സഹോദരൻ മൗലാന അബുൽ കലാം ആസാദിന് ഇന്ത്യയുടെ പ്രഥമ വിദ്യാഭ്യാസ പദം, അതാ ഞാൻ പറഞ്ഞത്, ഭാരതരത്നമല്ല, അത് പിന്നെ കൊടുക്കപ്പെട്ടതാണ്. അത് മൗലാന ആസാദിന് കൊടുക്കൂ എന്ന് ആസാദിന് നേരെ വിരൽ ചൂണ്ടിയത് മൗലാന ഹുസൈൻ അഹമ്മദ് മദനിയാണ്. ദാറുൽ ഉലൂം ദൈവത്തിന്റെ ഷെയ്ഖുൽ ഹദീദാണ്. ഇത് വെറുതെ വീരവാദമല്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഇന്ത്യ ഏതാണ്ട് 50 കാലത്തോളം അടക്കി ഭരിച്ച മതേതര പ്രസ്ഥാനം, അതിനെ നാം ഇന്നും ബഹുമാനിക്കുന്നു. അതിന്റെ അപജയമാണ് യഥാർത്ഥത്തിൽ ഫാസിസ്റ്റുകളെ ഇന്ത്യയുടെ ഇന്ദ്രപ്രസ്ഥത്തിൽ കുടിയിരുത്തിയത്. അതതിന്റെ ധാർമ്മിക മൂല്യങ്ങളിലേക്ക്, മതേതര മൂല്യങ്ങളിലേക്ക് തിരിച്ചു വരണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുകയും ആഗ്രഹിക്കുകയുമാണ്. ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മൗലാന ഹുസൈൻ അഹമ്മദ് മദനിയുടെ പുത്രനായ അസദ് മദനിയെ MP ആയി, രാജ്യസഭയുടെ MP ആയി പതിറ്റാണ്ടുകളോളം ഇന്ത്യൻ പാർലമെന്റിലേക്ക് നോമിനേറ്റ് ചെയ്തിരുന്നു. വെറുതെ അല്ലത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആ പാരമ്പര്യത്തെ വിലമതിച്ചിരുന്നതിന്റെ പേരിലാണ്. ഒരു രാജ്യസഭാ MP സ്ഥാനം എത്ര വിലപ്പെട്ടതാണെന്ന് സച്ചിൻ തെണ്ടുൽക്കർക്ക് കൊടുക്കുന്ന, അതുപോലെ തന്നെ ഇന്ത്യയിലെ പ്രമുഖരായ ആളുകളെ മാത്രം നോമിനേറ്റ് ചെയ്യുന്നതാണ്. ജമിയത്തുൽ ഉലമായ ഹിന്ദിന്റെ പ്രതിനിധി അസദ് മദനി സാഹിബ് പതിറ്റാണ്ടുകളോളം, 4 പതിറ്റാണ്ടുകളോളം അദ്ദേഹം അടക്കം ജമിയത്തുൽ ഉലമാന്റെ ഒരു MP ഇന്ത്യ രാജ്യത്തിന് കോൺഗ്രസിന്റെ വക സമ്മാനമായി ഇന്ത്യൻ പാർലമെന്റിൽ ഉണ്ടായിരുന്നു എന്നറിയുമ്പോഴാണ് ആ പൈതൃകം തിരിച്ചറിയുക. ഞാൻ പറഞ്ഞത്, ഇന്ത്യയുടെ ദേശീയോത്ഗ്രഹത്തിന് സ്വാതന്ത്ര്യകാലം മുതൽ ഇന്നും എന്നും നേതൃത്വം നൽകി വരുന്ന പാരമ്പര്യമേ പണ്ഡിതന്മാർക്ക് പറയാനുള്ളൂ. രാഷ്ട്രീയക്കാർ പലപ്പോഴും വ്യതിചലിച്ചു പോകാറുണ്ട് എന്ന് വളരെ ഖേദത്തോടു കൂടി പറഞ്ഞുകൊണ്ട്, ഇന്നെല്ലാവരും ഒന്നിച്ചിരിക്കുന്ന ഈ ഒന്നിക്കൽ, ഈ യോജിപ്പ് ഒരു 4.5 കൊല്ലങ്ങൾക്കപ്പുറം ഉണ്ടായിരുന്നുവെങ്കിൽ, തിരിച്ചറിവുണ്ടായിരുന്നുവെങ്കിൽ, പണ്ഡിതന്മാർ പേർത്തും നിങ്ങളെ ബോധ്യപ്പെടുത്തിയ ആ തിരിച്ചറിവുണ്ടായിരുന്നെങ്കിൽ, ഇന്ന് ഞങ്ങൾ പറയുന്ന തിരിച്ചറിവുണ്ടായിരുന്നുവെങ്കിൽ, രാജ്യത്തെ 55 കോടി ജനങ്ങൾ മാറി നിന്ന, വോട്ട് ചെയ്തവരിൽ 69 പേർ വോട്ട് ചെയ്യാതിരുന്ന, കേവലം 31 പേർ എന്ന് പറയുമ്പോൾ മൊത്തം ഇന്ത്യൻ ജനസംഖ്യയുടെ 10 അല്ലെങ്കിൽ 15% മാത്രം വോട്ട് ചെയ്ത ആളുകൾ ഇന്ത്യയുടെ അധികാര സോപാനങ്ങളിൽ അടയിരിക്കുമായിരുന്നില്ലെന്ന് തിരിച്ചറിയാൻ പ്രിയപ്പെട്ട മതേതര പ്രസ്ഥാനങ്ങൾക്കും അതിന്റെ ആദരണീയരായ നേതാക്കൾക്കും കഴിയുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്